ഡാഡി ഡാഡി ആ മരുന്നിന്റെ പേര് കിട്ടി. ചൊറിക്കും ചെരങ്ങിനൊക്കെ കൊടുക്കുന്ന വേപ്പിൻ പട്ട കഷായം. ഇപ്പൊ മനസ്സിലായില്ലേ? ഏയ് അതൊന്നും ആയിരിക്കില്ല. സഞ്ജീവൻ അങ്ങനൊന്നും ചെയ്യില്ല മോളെ. നിന്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏതോ വില കൂടിയ മരുന്നായിരിക്കും. അല്ല ഡാഡി, ഇതൊരു പ്ലാന്റ് റിവെഞ്ചാ. ഇനി 3 കുപ്പിയോട് ഷെൽഫിൽ വെച്ച് പൂട്ടിയിരിക്കുക എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ. ആ അതുകൂടി നിർബന്ധമായും എന്റെ മോള് കഴിക്കണം. മെഡിസിൻ ഒരു കോഴ്സ് പൂർത്തിയായാലേ അതുകൊണ്ട് ഫലമുണ്ടാവും. ആ 3 കുപ്പിയും കൂടി കുടിച്ച എന്റെ ഡെഡ് ബോഡി ആയിരിക്കും ബാക്കി. ബി സീരിയസ് ഡാഡി. ഒരാഴ്ചയായിട്ട് ഞാൻ ത്രൂ ഔട്ട് ഛർദിക്കുക. ഛർദിയോ? ലക്ഷ്മി, എന്താ മോക്ക് ഛർദി തുടങ്ങിന്ന്? മോളെ, മമ്മിയാ മോക്ക് ഛർദിലോ? അതെ മമ്മി, ഏതോ വൃത്തിയായിട്ട മരുന്ന് എന്ന് ഛർദിപ്പിക്കുക. പറഞ്ഞിട്ട് ഡാഡിക്ക് മനസ്സിലാവുന്നില്ല. എന്നാ മമ്മിക്ക് മനസ്സിലായി. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഇനി അങ്ങോട്ട് ശരീരം വളരെ സൂക്ഷിക്കണേ മോളെ. കുറച്ച് മരുന്ന് ലേഖ്യമൊക്കെ വാങ്ങി മമ്മിയും ഡാഡിയും ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ മമ്മി, ഇതല്ല. ഇനി മോൾ ഒന്നും പറയണ്ട. ഇപ്പൊ അല്പം ശുണ്ഠിയൊക്കെ കൂടുന്ന ടൈമാ. മോള് ഫോൺ വെക്കടി മോളെ. പൊട്ടി പെണ്ണ, ഒന്നും അറിയില്ല. ആരും എന്റെ പ്രോബ്ലം മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കുട്ടാ. എനിക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴമൊക്കെ അങ്കിളിന് നന്നായിട്ട് അറിയാം. അയ്യോ പാവം, 4-5 ദിവസമായിട്ട് നിർത്താതെ ഛർദിക്കുന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. പിന്നെ നാളെയാണ് സ്കൂളിലെ ഫംഗ്ഷൻ. കമ്മീഷണർ ഉദ്ഘാടനം, മിസസ് കമ്മീഷണർ സമ്മാനദാനം, വീഡിയോ കവറേജ് ഒക്കെ ഉള്ളതാണ്. നല്ല സ്മാർട്ട് ആയിരിക്കണം. ഓക്കെ, വാ കിടക്കാം. ഇങ്ങനെ കിടന്നാ ശരിയാവില്ല. പിണങ്ങുമ്പോ ഏതൊരു ഭാര്യയും കാണിക്കുന്നൊരു വലിയ കള്ളത്തര അത്. ചില വായി നോക്കി ഭർത്താക്കന്മാര് പുറകെ ചെല്ലും. എനിക്ക് നല്ല കൺട്രോളാ. കുറെ ദിവസം നീ ഇങ്ങനെ തന്നെ കിടക്കും.